بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് 5ാം ക്ലാസ് പൊതുപരീക്ഷാ വിദ്യാർത്ഥികൾക്ക് 2017-18 വർഷങ്ങളിൽ ഫിഖ്ഹ് എന്ന വിഷയത്തിൽ നടത്തിയ ചോദ്യപേപ്പർ, അതിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ചോദ്യത്തിലോട്ട് കടക്കാം. ഒന്നാമത്തെ പ്രവർത്തനം യോജിപ്പിക്കാം എന്നാണ്. ബ്രാക്കറ്റിൽ സുബ്ഹ്, ഹജ്ജ്, സ്വലാത്തുൽ ഈദ്, സകാത്തുൽ ബദൻ, തറാവീഹ്, റവാത്തിബ്. ഇവിടെ താഴെ ചോദ്യങ്ങൾക്ക് യോജിച്ചത് അതിൻ്റെ നേരെ എഴുതി കൊടുക്കുക. ഒന്നാമത്തേത്, ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ നിർബന്ധമുള്ളൂ. ഹജ്ജ്. 2, റമളാനിൽ മാത്രമുള്ള സുന്നത്ത് നിസ്കാരം. തറാവീഹ്. 3, റമളാൻ അവസാന ദിവസത്തെ സൂര്യൻ അസ്തമിച്ചാൽ വാജിബാകും. സകാത്തുൽ ബദൻ. 4, ഖസ്റും ജംഉം ജായിസാവാത്തതാണ്. സുബ്ഹ്. സുബ്ഹിലാണ് ജംഉം ഖസ്റും ആക്കാൻ പറ്റാത്തത്, 2 റക്അത്തേ ഉള്ളൂ. 5, ഈ ഉമ്മത്തിന്റെ പ്രത്യേകതയിൽ പെട്ടതാണ് സ്വലാത്തുൽ ഈദ്, പെരുന്നാൾ നിസ്കാരം. രണ്ടാമത്തെ പ്രവർത്തനം ശരി അടയാളപ്പെടുത്താം. ഇവിടെ ഒരു ചോദ്യത്തിന് 3 ഉത്തരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ശരിയായതിന് നേരെ ശരി ഇട്ട് കൊടുക്കാനാണ്. ഒന്നാമത്തെ ചോദ്യം, ഇശാ നിസ്കരിച്ച ശേഷം സുബ്ഹ് വരെയാണ്. തഹയ്യത്ത്, തറാവീഹ്, റവാത്തിബ്. തറാവീഹ് ആണ് ഉത്തരം. 2, ഖുനൂത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ. അബ്ആദ് സുന്നത്താണ്. 3, സുജൂദിൽ നിലത്ത് വെക്കൽ സുന്നത്താണ്. മൂക്ക് നിലത്ത് വെക്കലാണ് സുന്നത്തുള്ളത്. നെറ്റി മുൻകൈൻ്റെ പള്ളക്ക് വെക്കൽ നിർബന്ധമാണ്. അപ്പോൾ ഉത്തരം മൂക്ക് എന്നാണ്. 4, ഉള്ളൻ കൈകൾ മുട്ടിൻ കാലിൽ എത്തുന്ന നിലയിൽ കുനിയലാണ്. റുകൂഅ്. 5, ഫാത്തിഹയ്ക്ക് മുമ്പ് സുന്നത്താണ്. അഊദു ഓതലാണ് സുന്നത്തുള്ളത്. ഇനിയുള്ള പ്രവർത്തനം എന്തു ചൊല്ലാം. താഴെ കൊടുത്ത കാര്യങ്ങൾക്ക് ആ സമയത്ത് എന്താണ് ചൊല്ലേണ്ടത് എന്ന് എഴുതുക. ഒന്നാമത്തേത്, വെള്ളിയാഴ്ച സുബ്ഹി സൂറത്തു സജദ, സൂറത്തു ദഹർ എന്നീ 2 സൂറത്തുകളാണ് ഓതേണ്ടത്. 2, ഇഖാമത്തിന്റെ 2 കലിമത്തുകൾ കേൾക്കുമ്പോൾ, ഖദ് ഖാമത്തി സ്വലാത്ത് എന്ന് കേൾക്കുമ്പോൾ അഖാമഹ അല്ലാഹു വ അദാമഹ വജഅലനി മിൻ സ്വാലിഹി അഹ്ലിഹ. 3, പെരുന്നാൾ നിസ്കാരത്തിൽ തക്ബീറുകൾക്കിടയിൽ എന്താണ് ചൊല്ലേണ്ടത്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. 4, നോമ്പ് തുറന്ന ഉടനെ ചൊല്ലേണ്ടത് അല്ലാഹുമ്മ ലക സുംതു അലാ റിസ്ഖിക അഫ്തർതു. 5, വുളൂഇൽ ഷഹാദത്ത് കലിമക്ക് ശേഷം ചൊല്ലേണ്ടത് അൽഹംദുലില്ലാഹില്ലദി ജഅലൽ മാഅ തഹൂറ.
അടുത്ത പ്രവർത്തനം പൂർത്തിയാക്കാം, പൂരിപ്പിച്ചു കൊടുക്കാനാണ്. 1. നിന്നും ഇരുന്നും നിസ്കരിക്കുന്നവർ, നെഞ്ചുകൊണ്ടും. മലർന്നു കിടക്കുന്നവർ മുഖം കൊണ്ടും ഖിബ്ലക്ക് മുന്നിടണം. 2. ഉസല്ലി ഫർള സുബ്ഹി റകഅതൈനി മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല. 3. സുന്നത്ത് നിസ്കാരങ്ങളുടെ ജമാഅത്തിന് അസ്സലാത്തു ജാമിഅ എന്ന് വിളിക്കൽ സുന്നത്താണ്. 4. കുളിക്കും വുളൂഇനും പകരമായി തയമ്മം ചെയ്യൽ വാജിബാണ്. 5. മുക്കല്ലഫും സ്വതന്ത്രനും ജുമഅയുടെ മഹല്ലിൽ താമസിക്കുന്നവനും ഉദ്റില്ലാത്തവനുമായ എല്ലാ പുരുഷനും ജുമഅ വാജിബാണ്. ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാം എന്നാണ് ഇനിയുള്ള പ്രവർത്തനം. 1. ഹൈള് ഉണ്ടാകുന്ന ചുരുങ്ങിയ പ്രായം 9 ചന്ദ്രവർഷമാകുന്നു. 2. 5 ഒട്ടകത്തിന് സക്കാത്തായി നൽകേണ്ടത് 1 ആട്. 3. സക്കാത്തുൽ ഫിത്റിന്റെ മറ്റൊരു പേര് സക്കാത്തുൽ ബദനി. 4. റമദാൻ നോമ്പിന് ഓരോ രാത്രിയിലും നിയ്യത്ത് ചെയ്യൽ നിർബന്ധമാണ്. 5. ചെയ്താലും ഇല്ലെങ്കിലും കൂലിയും ശിക്ഷയും ഇല്ലാത്തതാണ്. ഹലാല്. ഇനിയുള്ള പ്രവർത്തനം ഹുക്മ് എഴുതാം, ഓരോന്നിൻ്റെയും വിധി എഴുതുക. 1. നിഫാസുകാരിയെ ത്വലാഖ് ചൊല്ലൽ ഹറാം, ഹറാമാണ്. 2. റമദാൻ അവസാന പകുതിയിലെ വിത്റിൽ ഖുനൂത്ത് ഓതൽ സുന്നത്താണ്, സുന്നത്ത്. 3. ഒടുവിലെ അത്തഹയ്യാത്തിന് ശേഷം നബിയുടെ കുടുംബത്തിന്റെ മേൽ സ്വലാത്ത് ചൊല്ലൽ ഫർദ്. 4. തറാവീഹിൽ എല്ലാ 2 റക്അത്തുകളിലും സലാം വീട്ടൽ വാജിബ്, നിർബന്ധമാണ്. 5. ഹലാലായ ദീർഘയാത്രയിലെ നിസ്കാരം ഖസ്റാക്കൽ ജായിസാണ്, അനുവദനീയമാണ്. ആശയം എഴുതാം എന്നാണ് ഇനിയുള്ള പ്രവർത്തനം. അതിൽ ഒന്നാമത്തേത് അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം മാസാല യഖ്നുതു ഫിൽ ഫജ്രി ഹത്താ ഫാറഖദ് ദുനിയ. തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുനിയാവിൽ നിന്ന് വിട്ടുപിരിയുന്നത് വരെ സുബ്ഹ് നിസ്കാരത്തിൽ ഖുനൂത്ത് ഓതിയിരുന്നു. 2. അസ്സിവാക്കു മത്ഹറത്തുൽ ലിൽ ഫമി മർളാത്തുൽ ലിറബ്ബി. മിസ്വാക്ക് ചെയ്യൽ വായയെ ശുദ്ധിയാക്കുന്നതും അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്നതുമാണ്. 3. ലാ സ്വലാത്ത ലിമൻ ലം യഖ്റഅ ബിഫാത്തിഹത്തിൽ കിതാബി. ഫാത്തിഹ ഓതാത്തവന്റെ നിസ്കാരവും ഇല്ല. അവസാനത്തെ പ്രവർത്തനം ഉത്തരം എഴുതാം എന്നാണ്. അതിൽ ഒന്നാമത്തെ ചോദ്യം തയമ്മുമിന് എങ്ങനെ നിയ്യത്ത് ചെയ്യണം? ഫർള് നിസ്കാരം ഹലാലാക്കാൻ വേണ്ടി ഞാൻ തയമ്മും ചെയ്യുന്നു. 2. ഫർള് നിസ്കാരത്തിന്റെ നിയ്യത്തിൽ എന്തെല്ലാം വാജിബാകും?
ഞാൻ നിസ്കരിക്കുന്നു എന്നും ഇന്ന നിസ്കാരമാണെന്നും ഫർളാണെന്നും കരുതൽ നിർബന്ധമാണ്. 3. രണ്ട് കൈകൾ ചുമരിൻ്റെ നേരെ ഉയർത്തണം എപ്പോഴെല്ലാം? തക്ബീറത്തുൽ ഇഹ്റാം ചെല്ലുമ്പോഴും റുകൂഇലേക്ക് കുനിയുമ്പോഴും അതിൽ നിന്ന് ഉയരുമ്പോഴും ഒന്നാം തശഹുദിൽ നിന്ന് ഉയരുമ്പോഴും. 4-ാമത്തെ ചോദ്യം, ഒറ്റക്ക് നിസ്കരിക്കുന്നവൻ ഉറക്കെ ഓതൽ സുന്നത്തുള്ള ഫർള് നിസ്കാരങ്ങൾ ഏതെല്ലാം? സുബ്ഹ്, മഗ്രിബ്, ഇശാ എന്നിവയുടെ ആദ്യത്തെ 2 റക്അത്തിലും ഇമാമും ഒറ്റക്ക് നിസ്കരിക്കുന്നവനും ഉറക്കെ ഓതൽ.